അല്ല, അതിനകത്ത് ഇപ്പോൾ RV ബാബുവിൻ്റെ അഭിപ്രായ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ തോന്നും അഭിലാഷാണ് ഇല്ലുമിനാറ്റി എന്നായിരിക്കും അദ്ദേഹം അടുത്തതായി പറയാൻ വേണ്ടി പോകുന്നത് എന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ അതിനു മുൻപ് സൂചിപ്പിക്കാനുള്ളത് ഒന്ന് രണ്ട് കാര്യം ഈ RV ബാബുവും രാഹുൽ ഈശ്വറും വന്നിട്ട് ഒരു സംവാദത്തിനകത്ത് ബൗണ്ടറി നിശ്ചയിച്ചിട്ട് ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് മറ്റാരും സംസാരിക്കാൻ വേണ്ടി പാടില്ല എന്ന തിട്ടൂരമൊന്നും ഇറക്കേണ്ടതില്ല. ആ തിട്ടൂരത്തിനനുസരിച്ചൊന്നും കേൾക്കുന്നതിന് വേണ്ടി ഈ നാടിനകത്തുള്ള മനുഷ്യർ തയ്യാറാവില്ല എന്നുള്ളത് മനസ്സിലായിക്കും. ഇവരെ സംബന്ധിച്ച് ഇവരുടെ പ്രശ്നം ഈ ചർച്ചയുൾപ്പെടെ കാണുന്ന ഘട്ടത്തിൽ ബോധ്യപ്പെടുമല്ലോ എന്താണ് ഇവരെ ഇത്രത്തോളം പ്രകോപിതരാക്കുന്നത് എന്നുള്ളത്. അത് മറ്റൊന്നുമല്ല, അത് ഗുജറാത്ത് കലാപവും അതിൻ്റെ ഓർമ്മകളും തന്നെയാണ്. അതിവരെ ഏത് വിധത്തിൽ വേട്ടയാടും എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാടിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് ഈ കാലയളവിലല്ലേ നമ്മൾ ചർച്ച ചെയ്തല്ലേ ഈ വിദ്യാർത്ഥികളുടെ ഗുജറാത്ത് കലാപവുമായി ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ അപനിർമ്മിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ സമയത്ത് അങ്ങ് സംസാരിക്കും സാറേ അങ്ങയുടെ സമയത്ത് അങ്ങ് സംസാരിക്കുന്നത് എപ്പോഴൊക്കെ ചർച്ച വരുന്നു അങ്ങയുടെ സമയത്ത് അങ്ങ് സംസാരിക്കും. അങ്ങയുടെ സമയത്ത് ആയിക്കോട്ടെ. എന്നാ പിന്നെ നിങ്ങൾ എങ്ങനെ പേടിച്ച് കിടന്ന് എന്നാ നിങ്ങൾ സാർ കിടന്ന് മോങ്ങണത് കരയണത് എന്തിനാ? കരയണത് എന്തിനാ? പിന്നെ 2-3 ദിവസം കരച്ചു തുടങ്ങിയിട്ട് അങ്ങനെയാണ് ഭയപ്പെടാതിരുന്ന് ഭയപ്പെടാതിരുന്ന് എന്റെ അവസരത്തിൽ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മര്യാദ കാണിക്കും. അങ്ങ് കിടന്ന് കരയാതെ ആയിക്കോട്ടെ, അങ്ങ് കിടന്ന് കരയാതെ എന്റെ അവസരത്തിൽ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മര്യാദ കാണിക്കും. അല്ല അഭിലാഷേ, അങ്ങ് ഒന്നുകിൽ ഇടപെടണം. സിനിമയിലുണ്ട്. ശരി ശരി, സിനിമയിലുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ അവസരത്തിൽ നമ്മൾ ആരും ഒന്നും ഉണ്ടാകും. ശരി, ഓക്കെ ഷിബാബു, അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കും. ഗുജറാത്ത് കലാപത്തെ ഇവർ ഭയപ്പെടുന്നുണ്ട്. ഇവർ പറയും അല്ല ഇവരെന്താ പറയുന്നത്? ഇവർ പറഞ്ഞു വരുന്നത് ഗുജറാത്തിൽ അങ്ങനെ ഒരു വംശഹത്യ നടന്നിട്ടില്ല എന്നാണോ? ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണോ? ഇനി അവിടെ അതിക്രൂരമായ ബലാത്സംഗങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതാണോ? ഗർഭിണികളെ ഉൾപ്പെടെ അതിക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടില്ല എന്നുള്ളതാണോ? ആരാധനാലയങ്ങളും വീടുകളും കത്തിച്ച് നശിപ്പിക്കപ്പെടുന്ന നില ഉണ്ടായിട്ടില്ല എന്നാണോ? ഈ പറഞ്ഞ പോലെ കടകൾ കൊള്ളയടിക്കപ്പെടുന്ന നില ഉണ്ടായിട്ടില്ല എന്നാണോ? 2-3 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ തല നിലത്തടിച്ച് കൊലപ്പെടുത്തുന്ന നിലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണോ? സ്വാഭാവികമായും ഇതെല്ലാം ഈ നാടിന് മുൻപിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അത് ഈ നാടിന്റെ ചരിത്രമാണ്. അത് നിങ്ങൾ മായ്ച്ചു കളയാൻ വേണ്ടി തീരുമാനിച്ചാൽ ഒരു നാളിൽ മാഞ്ഞു പോകുന്ന ഒന്നല്ല. നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങളുടെ തിട്ടൂരത്തിന് മുൻപില് ഈ നാട്ടിലെ മറ്റു മനുഷ്യരാരും ഇത് വാതുറന്ന് പറയാൻ വേണ്ടി പാടില്ല എന്നാണോ? അതിന് നേതൃത്വം കൊടുത്തത് RSS ആണ്, സംഘപരിവാറാണ് എന്നുള്ളത് ഈ നാട് പറയരുത് എന്നാണോ? അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ മൗനാനുവാദം കൊടുത്ത് എല്ലാ അനുഗ്രഹവും ആശീർവാദവും കൊടുത്തത് നരേന്ദ്രമോദി ഉൾപ്പെടെ അമിത്ഷാ ഉൾപ്പെടെയുള്ള RSSന്റെയും BJPയുടെയും നേതാക്കന്മാരാണ് എന്നുള്ളത് കേരളം അല്ല ഇന്ത്യ ചർച്ച ചെയ്യില്ല എന്നുള്ളതാണോ? തീവ്രവാദികളാണെന്നോ ഇന്ത്യ വിരുദ്ധരാണെന്നോ? അങ്ങനെ ഇന്ത്യ വിരുദ്ധരും മത തീവ്രവാദികളുമാക്കി നിങ്ങൾ ആരെയൊക്കെ കൊണ്ടുപോയി കെട്ടും സാറേ? അങ്ങനെ എത്ര കാലം നിങ്ങൾക്ക് കെട്ടാൻ വേണ്ടി കഴിയും? ഇത് ഒരു മതവിഭാഗത്തിനെതിരായിട്ടുള്ള വിമർശനമല്ല, RSSനും സംഘപരിവാരത്തിനെതിരായിട്ടുള്ള വിമർശനം അത് ഈ നാട്ടിൽ ഉയർന്നു വരും.